പറഞ്ഞവർ ലജ്ജിച്ചില്ലേ? ഈ 9 മാസം കൊണ്ട് 1,17,00,000 രൂപയാണ് ഇത് ഇന്നലെ വരെ 1,17,00,000 രൂപ ആർജിച്ചു. ഈ 1 കോടി ആർജിക്കുമ്പോൾ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൽ 70 ലക്ഷം രൂപ KSRTCക്ക് ലാഭമാണ്. അതായത് എല്ലാ ചെലവും പോയിട്ട് ലാഭമാണ്. ഡ്രൈവിംഗ് സ്കൂൾ ലാഭം, ഒരു ഡബിൾ ഡെക്കർ, ഒറ്റ ഡബിൾ ഡെക്കർ ലാഭം, തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡെക്കർ ലാഭം. അപ്പൊ ആളുകൾ ചോദിക്കും കോർപ്പറേഷനെയാണോ? അല്ല, തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡെക്കർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തരാമെന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ പണം പേ ചെയ്തിരിക്കുന്നത് KSRTC ആണ്. അതിന്റെ ഉടമസ്ഥൻ KSRTC ആണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഈ ബാറ്ററി വണ്ടിയുടെ കൂടെയുള്ള വണ്ടിയാണ്, അങ്ങനെ ധരിക്കേണ്ട, നമ്മുടേതാണ് സാധനം. നമ്മളെ കളക്ഷൻ പ്രമോദ് പറഞ്ഞു 8 കോടി 8.5 കോടി രൂപ നിൽക്കുകയാണ് ഇങ്ങനെ ശരാശരി. എന്താണ് കുറയാത്തത്? ശബരിമല വരുന്ന ദിവസം ഇപ്പൊ മണ്ഡല പൂജയ്ക്ക് അടച്ചിരിക്കുന്നതുകൊണ്ട് 50 ലക്ഷം രൂപ കളക്ഷൻ കുറവുണ്ട്. അല്ലെങ്കിൽ 9 നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിച്ച ടാർഗറ്റിനേക്കാൾ മുകളിലേക്ക്, അതായത് 100% ഒരു സംഖ്യ കൊടുത്താൽ അതിന്റെ 118% എത്തിക്കാൻ KSRTC ജീവനക്കാർ കഴിയുന്നു. എന്നാണ്? കൈ കാണിക്കുന്നിടത്ത് വണ്ടി നിർത്തുന്നു, ആളുകളോട് നന്നായി പെരുമാറുന്നു, വിളിച്ചു കയറ്റുന്നു, വണ്ടിക്കകത്ത് കയറിയ വൃത്തിയുണ്ട്.